ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലേറ്റായി കേട്ടോ. സാധാരണ എന്നും 6 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നതാണ്. ഇന്ന് 7:30 കഴിഞ്ഞു. സൺഡേസിൽ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കുള്ളൂ എഴുന്നേൽക്കുന്നത്. 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ടായിരിക്കും കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആമിക്ക് ലീവായിരിക്കും. സൺഡേ മാത്രമാണ് അവർക്ക് ലീവ് ഉള്ളൂ. സാറ്റർഡേ അവർക്ക് സ്കൂളുള്ള ദിവസങ്ങളാണ് കേട്ടോ. ചില സാറ്റർഡേസിൽ ക്ലാസ് കാണത്തില്ല. അപ്പോൾ തലേ ദിവസം ഇവർക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് വന്നിട്ട് പിന്നെ കുറച്ച് ഹോംവർക്സും കാര്യങ്ങളൊക്കെ എഴുതി നൈറ്റ് ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് കിടന്നപ്പോഴത്തേക്കും കുറേ ലേറ്റായി. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും കുറച്ച് താമസിച്ച് എഴുന്നേറ്റത്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ പതിവ് പോലെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങൾ സൺഡേസിലാണ് പുറത്തൊക്കെ പോകാറുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ സാറ്റർഡേ പോകും. പിന്നെ വെജിറ്റബിൾസും ഇതൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് പൊതുവേ പോകുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് സൺഡേ ഇന്ന് പോവേണ്ട ഒരു ആവശ്യം വന്നു. അതുകൊണ്ട് പോയതാണ് കേട്ടോ. കാരണം 2 ആഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് ഞങ്ങളിന്ന് ഒരുമിച്ചെടുത്ത് വെക്കാമെന്ന് കരുതുന്നുണ്ട്. സാധാരണ ഒരാഴ്ചത്തേക്കുള്ളതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ എടുത്ത് വെക്കാറുള്ളൂ. അങ്ങനെ ഇന്ന് വൈകുന്നേരം പുറത്തുനിന്ന് പോകും. വെജിറ്റബിൾസ് മേടിക്കാനായിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന മാർക്കറ്റിലാണ് പോകുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ അരച്ചിട്ടുള്ള ദോശമാവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പൊടിദോശയാണ് ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ ഈ ഒരു റെസിപ്പി കാണിച്ചിട്ടില്ല. പൊതുവേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാനൊന്ന് പറയാം. ഇതുപോലെ ആദ്യം ദോശയ്ക്കൊന്ന് പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് നല്ലെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഉഴുന്ന് പൊടിയില്ലേ, നമ്മൾ ഈ ഇഡ്ഡലി പൗഡറൊക്കെ ഉണ്ടാക്കത്തില്ല, ഇത് ഞാനിപ്പോൾ ആച്ചിയുടെ പൊടി ഇങ്ങനെ കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു. പാക്കറ്റ് പൊടിയാണ്. അതിൽ നിന്ന് ഒരു 2 സ്പൂണോളം എടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് വിതറി കൊടുത്തിട്ട് ദോശയുടെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടി ഒന്ന് വിതറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടിദോശ തയ്യാറാവും. കറിയൊന്നും വേണ്ട കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാറൊക്കെ വെച്ചിട്ട് കഴിക്കാം. ഒരു കറിയുടെ ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ട് എരിവൊക്കെ ഉള്ളൊരു ദോശയായിരുന്നു അത്. പിന്നെ ഇതിനിടെ തന്നെ ഹസ്ബൻഡ് പോയിട്ട് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അതിനോടൊപ്പം തന്നെ കരിക്കും കൂടി മേടിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് കരിക്ക് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ സൺഡേയിലാണ് ഇതുപോലെ മീനൊക്കെ മേടിക്കുന്നത്. നോൺ വെജ് ഞങ്ങൾ പൊതുവേ വീക്ക് ഡേയ്സിൽ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. സൺഡേ മേടിക്കുന്ന മീൻ മൺഡേയും കൂടി യൂസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീക്ക് ഫുള്ള് നമ്മൾ വെജായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. ആമിക്കാണെങ്കിൽ ഡെയിലി ഓരോ മുട്ട വെച്ച് വറുത്ത് കൊടുക്കും. ഞാനും ഹസ്ബൻഡും അങ്ങനെ ഒരുപാട് നോൺ വെജ് അങ്ങനെ ഇടയിലുള്ള ദിവസങ്ങളിൽ ഞങ്ങളങ്ങനെ മേടിക്കാറില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം വേണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ പുറത്തുനിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിലത്തേക്ക് മീൻ മേടിക്കുന്നത് സാറ്റർഡേ ഈവനിങ് അല്ലെങ്കിൽ സൺഡേ രാവിലെ ആയിരിക്കും. ഞാനിന്ന് റാഗി ദോശ ബാറ്ററിനുള്ള ഇത് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അളവ് ഞാനിത് ജസ്റ്റ് ഒന്ന് പറയാം. ഒരുപാട് തവണ ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടിഫിൻ റൈസാണ് പൊതുവേ ഈ ദോശ ബാറ്ററിന് യൂസ് ചെയ്യുന്നത്. പച്ചരി എടുക്കാറില്ല. അപ്പോൾ ഒരു 2 കപ്പോളം പച്ചരി എടുത്തു. പിന്നെ 1 കപ്പോളം അതായത് ഒരു ഗ്ലാസ്സിൽ നിറച്ച് റാഗി ഉണ്ടല്ലോ, അതായത് കൂരവെന്ന് നമ്മുടെ അങ്ങോട്ടൊക്കെ പറയും. റാഗിക്ക് വേറെന്തോ ഒരു പേരും കൂടി ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3/4 ഗ്ലാസ്സോളം ഉഴുന്നും കൂടി എടുത്തു. പിന്നെ 1 ടീസ്പൂണോളം പച്ച ഉലുവയില്ലേ, അതും കൂടി ഈ ടിഫിൻ റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം 3-4 വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചേക്കുന്നുണ്ട്. ഒരു 5-6 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ രാവിലെ തന്നെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടേക്കും കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം എടുത്തതൊക്കെ അതാത് സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ മത്തിയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മത്തിക്കറിയാണ് വെക്കുന്നത്. ഞാൻ ഈ മീൻ കറിയൊക്കെ വെക്കുന്നത് മുന്നേയും കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ തേങ്ങ മേടിക്കാനായിട്ട് ഹസ്ബൻഡോട് പറഞ്ഞായിരുന്നു. അങ്ങനെ തേങ്ങ കൂടി മേടിച്ചുകൊണ്ട് വന്ന് 2 എണ്ണമാണ് വാങ്ങിക്കാൻ പറഞ്ഞത്. ബാക്കിയുള്ളത് ഞങ്ങളിനി വൈകുന്നേരം മാർക്കറ്റിൽ പോകുമല്ലോ, അപ്പോൾ മേടിക്കാമെന്ന് കരുതി. അങ്ങനെ പോയപ്പോഴത്തേക്ക് അവിടെ ചീര ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചീരയാണ് കിട്ടിയത് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ചുമന്ന കളർ ചീരയില്ലേ, അതിൻ്റെ പച്ച ലീഫുള്ളതാണ്. അതിനെ ഇവിടെ അരക്കീര എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ ഇവിടെ ചെന്നൈയിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈ മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റി ചീരകൾ കിട്ടും കേട്ടോ. ചീരയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു പ്രത്യേകം കട ഉണ്ടായിരിക്കും മാർക്കറ്റിനുള്ളിൽ. അപ്പോൾ ഞാൻ
പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നാട്ടിൽ നമ്മൾ കാണുന്നേക്കാളും വിവിധ തരത്തിലുള്ള ഒരുപാട് ചീര ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ചീര കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസം ഇതുപോലെ ചീര മേടിച്ച് വെക്കാറുണ്ട്. കാരണം നമ്മുടെ ഡയറ്റിൽ അത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇലക്കറികൾ നമ്മൾ അധികം കഴിക്കണമെന്നാണല്ലേ പറയുന്നത്, ഫൈബർ കണ്ടൻറ്റ് അധികം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ചീര ഇതുപോലെ മേടിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ചീരയിൽ നന്നായിട്ട് മണ്ണ് കാണും, കുറേ വെള്ളത്തിൽ കഴുകിയെടുക്കണം. ആദ്യം ഞാനതിൻ്റെ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തണ്ട് മാത്രമായിട്ട് എടുത്തിട്ട് ഇലയും ബാക്കി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് വാർത്ത് വെക്കാറുണ്ട്. ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും ചീരയൊന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഞാൻ എപ്പോഴും ഒരുമിച്ച് ചീര കട്ട് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ഇതുപോലെ ഒരു പിടി ചീര മേടിക്കുമ്പോഴത്തേക്കും 2 ദിവസത്തേക്കൊക്കെ വരാറുണ്ട്, ചിലപ്പോൾ 3 ദിവസത്തേക്കൊക്കെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു കെട്ട് ചീരയ്ക്ക് 30 രൂപയായിരുന്നു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ മുരിങ്ങയില മേടിക്കാറുണ്ട്, ചുമന്ന ചീര മേടിക്കാറുണ്ട്, പിന്നെ ഉലുവ ചീര, പിന്നെ അരക്കീരയാണിത്. അങ്ങനെ കുറേ പരിപ്പ് ചീര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ. ഇവിടെ ഒരുപാട് വെറൈറ്റി ചീരകൾ കിട്ടാറുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ചീരയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇതിൻ്റെ റെഡ് ചീരയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ പച്ചച്ചീര കിട്ടിയാലും മേടിക്കാറുണ്ട്. ഞാനെപ്പോഴും കൂടുതലും തോരനാണ് വെക്കുന്നത്. പരിപ്പൊക്കെ ഇട്ടിട്ട് സാമ്പാർ വയ്ക്കാനും ചെറുപയർ പരിപ്പും ചീരയും കൂടി ഇട്ടിട്ട് കടയിൽ എന്ന് പറയും, അതൊക്കെ വെക്കാനായിട്ട് പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ തമിഴ്നാട്ടിലെ വെജ് ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ചീര കൂട്ടെന്ന് പറയുന്നത് ഒരു മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ്. കീരൈ കടയിലെന്നാണ് പറയുന്നത് ഇതിനെ. അങ്ങനെ ഞാൻ ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. തേങ്ങയിൽ ഇങ്ങനെ ഇതുപോലെ എൻ്റെ നാരും അതുപോലെ എൻ്റെ പൊടിയൊക്കെ കാണത്തില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും തേങ്ങ ഉടയ്ക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് കഴുകിയെടുക്കും. അപ്പോൾ ഇങ്ങനെ തേങ്ങ എപ്പോഴും ഒന്ന് കഴുകിയതിന് ശേഷം പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഉടച്ചെടുക്കാനായിട്ട് നല്ല ഈസി ആയിരിക്കും കേട്ടോ. അതൊരു ടിപ്പാണ് കേട്ടോ, പലരും ചെയ്യാത്ത കാര്യമായിരിക്കും. എൻ്റെ വീട്ടിലൊന്നും അമ്മയെന്ന് ഇങ്ങനെ തേങ്ങ കഴുകുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡ് അച്ഛനാണ് ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് 2 പീസായിട്ട് തന്നെ നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ചെറിയ തേങ്ങ ഞാൻ പകുതി തോരന് വേണ്ടിയിട്ടും പകുതി ഞാൻ മീനിന് വേണ്ടിയിട്ടും അരയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതല്ലേ, അപ്പോൾ ഞാൻ എന്തെങ്കിലും കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് കരുതിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇതുപോലെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടല്ലേ. അപ്പോൾ നമ്മൾ മിക്കവാറും ഞാൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഏറെക്കുറെ പേരൊക്കെ, അതായത് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും, അവരെന്തെങ്കിലും കരുതില്ലേ എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ ഞാൻ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നൊരു കഥയാണ് കേട്ടോ. അതായത് ഒരു സ്ഥലത്ത് ഒരു ഹസ്ബൻഡും വൈഫും കൂടി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവർ പോവാണ്. അപ്പോൾ അവരുടെ സാധനങ്ങൾ ഇങ്ങനെ ലഗേജ് കുറേ ഉണ്ടായിരുന്നു, ബാഗ് എല്ലാം കൂടി അവരുടെ കൂടെ ഒരു കഴുത ഉണ്ടായിരുന്നു കേട്ടോ. കഴുതപ്പുറത്ത് വെച്ചാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ സന്തോഷകരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ പറഞ്ഞു അവരോട്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ കഴുതയുടെ പുറത്ത് ഇത്രയും ഭാരം ചുമക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ നടക്കുകയാണോ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വൈഫിനെ ആ കഴുതപ്പുറത്ത് ഇരുത്തിയിട്ട് കുറച്ച് ഭാരം നിങ്ങൾ ചുമന്നുകൊണ്ട് പോകണം, പകുതി ഭാരം കഴുതയുടെ പുറത്ത് വയ്ക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ഈ ആളിന് അതൊരു ശരിയാണെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഈ പുറത്തു നിന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞപ്പോഴത്തേക്കും ശരിയാണല്ലോ, അതിലൊരു കാര്യമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അയാളുടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് അദ്ദേഹത്തിൻ്റെ തോളിൽ വെച്ചിട്ട് ബാക്കി സ്പേസിൽ ഈ വൈഫിനെ ഇരുത്താണ് ഉണ്ടായത്. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴത്തേക്കും അടുത്തൊരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ആൾക്കാർ പറയുന്നുണ്ട് ഇയാളോട്, എന്നാലും നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളിങ്ങനെ ഭാര്യയെ കഴുതപ്പുറത്ത് ഇരുത്തിയിട്ട് നിങ്ങളിങ്ങനെ നടന്നു വരുവാണോ ചെയ്യുന്നത്? അപ്പം നിങ്ങളെന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് പറഞ്ഞിട്ട് അയാളെ കളിയാക്കി. അപ്പോൾ അയാൾക്ക് വീണ്ടും ഒരു സംശയം തോന്നി, ആ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ കഴുതപ്പുറത്ത് കയറിയിരിക്കാം, എന്നിട്ട് വൈഫിൻ്റെ കയ്യിൽ അയാൾ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടി കൊടുത്തിട്ട് പകുതി സാധനങ്ങൾ ഈ കഴുതപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും വേറൊരു സ്ഥലത്ത് എത്തിയിട്ടാ. അങ്ങനെ എത്തിയപ്പോഴത്തേക്കും അവിടെ നിന്നിട്ടുള്ള ആൾക്കാർ പറയുവാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ വൈഫിൻ്റെ തോളിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തേക്കുന്നത്? നിങ്ങളൊരാണാണോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളൊരു പുരുഷനല്ലേ? നിങ്ങളുടെ വൈഫിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഇയാൾക്ക് ആകെ അങ്ങോട്ട് കൺഫ്യൂഷനായി കേട്ടോ. അപ്പോൾ അയാൾക്ക് തന്നെ സ്വയം ഒരിത് തോന്നി, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അയാൾ എന്ത് ചെയ്യാനാണല്ലേ. ഈ അയാൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് തന്നെ പോയ വഴിക്ക് ഓരോരുത്തരും പറയുന്നതിനനുസരിച്ച് അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അയാൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചെയ്തപ്പോഴും അതിലൊക്കെ മിസ്റ്റേക്കാണ് ആൾക്കാർ കണ്ടുപിടിച്ചതല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മുടെ ലൈഫും ഇങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഓരോരുത്തർ വന്നിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് കേട്ടിട്ട് നമ്മുടെ ഈ കഥയിലെ നായകൻ ചെയ്തതുപോലെ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു ബോധോദയം വരും, നമ്മൾ ചെയ്തത് തെറ്റല്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്തിനല്ലേ അവർ പറഞ്ഞത് കേട്ടിട്ട് ഇതൊക്കെ ചെയ്തതെന്ന്. പക്ഷെ നമ്മൾ ആ ഒരു തിരിച്ചറിവ് നമുക്ക് വന്നു കഴിയുമ്പോഴേക്കും പകുതി നമ്മുടെ ആയുസ് തീർന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് ആയാലും എത്ര കാലം കഴിഞ്ഞാലും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളിൽ ആരെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ജീവിതത്തിലൊന്നും ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് വ്യതിമാറി പോവുക ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി, അവനവൻ തന്നെയാണ് അവനവനെ സ്നേഹിക്കുന്നതും നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടതെന്ന്. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കണ്ടെന്നല്ല കേട്ടോ, നമ്മൾ കേൾക്കണം. കേട്ടാൽ മാത്രം മതി. അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് അനുസരിച്ചാൽ മതി. നിങ്ങളങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാര്യവും നേടാനും പറ്റത്തില്ല. നിങ്ങളെപ്പോഴും ആൾക്കാരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം സമൂഹം അങ്ങനെയാണല്ലേ, പലതരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായവും ഓരോ ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ലാതായി പോവുകയും അതുപോലെ തന്നെ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കും, ഞാനിപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ തോന്നും. അതുകൊണ്ട് അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. എന്ത് കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഒരു കൂട്ടരുണ്ടാവും. അതുപോലെ തന്നെ കുറേ പേര് നമ്മുടെ കൂടെ പുകഴ്ത്തി നമ്മുടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ പുറകിൽ നിന്ന് നമ്മളെ കുത്തുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിത് എൻ്റെ അച്ഛൻ പണ്ട് ഈ കഥ പറഞ്ഞു തന്നപ്പോഴത്തേക്കും ഇത്രത്തോളം ആഴത്തിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി വലുതായപ്പോഴത്തേക്കും നമ്മുടെ ഓരോ അനുഭവങ്ങൾ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങളെ വഴി തടസ്സപ്പെടുത്തി ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ നോക്കിയാണ് എല്ലാം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഒരിക്കലും നിങ്ങളുടെ ഡ്രീംസോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണോ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക കേട്ടോ. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ആ ഒരു ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ നിർത്തുകയോ ചെയ്യരുത്. പിന്നെ ഏതൊരു സ്ഥലത്ത് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ചുമ്മാതൊന്നും നമുക്ക് ആർക്കും ഒരു വിജയവും നേടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കുറേ ദുർഘടമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ തരണം ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മിടുക്കെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ എങ്ങനെ ജീവിച്ചാലും എന്ത് ചെയ്താലും ആർക്കും ഇവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും വിചാരിക്കത്തില്ല. കുറ്റപ്പെടുത്താനുള്ളവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ, അവരൊരിക്കലും നിർത്തത്തില്ല. അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു കാര്യമാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെന്താ, വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ദോശ ബാറ്ററൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ട് അരിയും ആ ഒരു റാഗി ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് ചോറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ വെജിറ്റബിൾസ് മേടിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും കൊണ്ട് കുറച്ച് സ്പ്രൗട്ട്സൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നമ്മളോട് നന്നായിട്ട് പറഞ്ഞായിരുന്നു എടുക്കാനായിട്ട്, എടുത്തില്ല കേട്ടോ. മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് മാർക്കറ്റിൽ വരാനൊക്കെ. ആമിക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ചധികം തന്നെ വെജിറ്റബിൾസ് എല്ലാം മേടിച്ചായിരുന്നു. പിന്നെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. ഒരാഴ്ചത്തേക്കുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ മേടിച്ചത്. പിന്നെ മുട്ടയൊക്കെ നേരത്തെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് തന്നെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ ഫ്രിഡ്ജിൻ്റെ ഇങ്ങോട്ടേക്കാണ് വെക്കുന്നത്. അപ്പോൾ മുട്ട ഞാനിങ്ങനെ ഡെയിലി ആമിക്ക് വറുത്ത് കൊടുക്കുന്ന കാരണം കൊണ്ട് എപ്പോഴും വീട്ടിൽ ഒരു 5-10 മുട്ട വെച്ച് മേടിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് നമ്മൾ മേടിച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കാണ് കേട്ടോ അറിയുന്നത് സ്പേസ് കിട്ടുന്നില്ല. നമ്മുടെ ഫ്രിഡ്ജ് ചെറുതാണ്. പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കൂടിയൊക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ പീസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ടൈമിൽ, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ ഒരു ടൈമിലാണ് നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ മേടിച്ചിട്ട് ഇതുപോലെ അതിനകത്തുള്ള പീസ് മാത്രം എടുത്തിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കും. ഞാൻ എല്ലാ വർഷവും മേടിക്കാറുള്ളതാണ്. അങ്ങനെ നല്ല ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ആമിയും കൂടി അതൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ ആമി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾസൊക്കെ എടുത്ത് വെക്കാനായിട്ട്. ഓരോ വെജിറ്റബിളായിട്ട് ഞാൻ പറഞ്ഞിട്ട് അതാത് ബോക്സിലെടുത്ത് വെക്കാനായിട്ട് പറയും. അപ്പോൾ അവൾക്കും കുറച്ചൊന്നും ബോറടി മാറും, നമ്മളെ ഹെൽപ്പ് ചെയ്തതുമായി. അങ്ങനെ നമുക്ക് കൊച്ചുങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവളെ കൂടി കൂട്ടാറുണ്ട് ഇതിനൊക്കെ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശമാവ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വലുതായിട്ട് തൂവി തറയിലേക്ക് വീഴത്തില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലത്തെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വ്ളോഗിൽ കാണിക്കാം. നമ്മൾ ഇഡ്ഡലിയാണ് ഫസ്റ്റ് ഡേ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. കുറച്ചൊന്ന് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റാഗി മിക്സ് ചെയ്തത്. പിന്നെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഗ്രീൻ പീസൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാഴ്സൽ ബോക്സിനകത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്, പ്ലാസ്റ്റിക് ബോക്സാണ്, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ ഈ ഗ്രീൻ പീസ് എല്ലാം കൂടി ഇട്ടിട്ട് അടച്ചൊന്ന് ഫ്രീസറിലാണ് വെച്ചേക്കുന്നത്. കുറേ ദിവസം ഇരുന്നോളും. പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ഈർപ്പമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പ്രൗട്ട്സ് പോലെ ഇങ്ങനെ മുള കെട്ടി വരാൻ തുടങ്ങും. അതും നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ കറിയിലിടാം കേട്ടോ. ഇത് കുറുമ ചെയ്യാനും ബിരിയാണി ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. നല്ലതാണ്. നമ്മുടെ മറ്റേ ഫ്രോസൺ ഗ്രീൻ പീസിനേക്കാളും നല്ല ബെസ്റ്റ് ടേസ്റ്റാണ്. ഇതെപ്പോഴും കിട്ടാറില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളത് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് ഫ്രീസറിൽ ഇങ്ങനെ വെച്ചേക്കും. പിന്നെ നെക്സ്റ്റ് ഡേയിലത്തേക്കുള്ള രാവിലെ ആമിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള അച്ചിങ്ങ പയറും കൂടി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് സമയം കിട്ടത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് ഇന്നേ ചെയ്ത് വെച്ചത്. ബാക്കി കറികൾക്കുള്ളതൊക്കെ രാവിലെ ആയിരിക്കുള്ളൂ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മറ്റന്നാൾ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.